module for sales promotion. We are discussing sales promotion strategies. There are 3 strategies mainly: push strategy, pull strategy, and combination strategy. First one is push strategy. A push sales promotion strategy involves pushing distributors and retailers to sell the products of a firm to the consumers by offering various kinds of promotion and personal selling efforts. പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സെല്ലിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടിയാണ് പുഷ് സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അവർക്ക് വേണ്ടിയിട്ട് വേരിയസ് കൈൻഡ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് സ്ട്രാറ്റജി എ കമ്പനി പ്രൊമോട്ട് ഇറ്റ്സ് പ്രോഡക്ട്സ് ടു ദ dealer who in turn promote it to the retailer or to the consumer. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ കമ്പനി ഗുഡ്സിൻ്റെ ഡീലേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഫോക്കസ് ചെയ്യുന്നു. ദെൻ ഡീലേഴ്സ് അവരുടെ റീറ്റെയിലേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ സ്ട്രാറ്റജീസ് ഓഫേഴ്സൊക്കെ കൊടുക്കുന്നു. ദെൻ റീറ്റെയിലേഴ്സ് കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ റൺ ചെയ്യുന്നു. Then the basic objective of this strategy is to encourage the middleman to give maximum promotion to a brand. Special schemes and incentives are offered to the middleman involved to promote the brand in the target market. ഇവിടെ മാക്സിമം എഫേർട്സ് അല്ലെങ്കിൽ മാക്സിമം കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് മിഡിൽമാനിലാണ്. ഈ സ്ട്രാറ്റജിയുടെ പുഷ് സ്ട്രാറ്റജിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മിഡിൽമാനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ ഇൻക്രീസിങ് ദ സെയിൽസ് ഓഫ് എ പ്രോഡക്റ്റ് ഓർ സെയിൽസ് ഓഫ് എ ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി മെയിനായിട്ട് മിഡിൽ മാൻസിനെയും, അതായത് ഡീലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഓഫേഴ്സും ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്ത് അവരെ ഈ പ്രൊഡക്റ്റിൻ്റെ സെല്ലിങ്ങിന് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു എയിമോട് കൂടി ചെയ്യുന്നതാണ് പുഷ് സ്ട്രാറ്റജി. നെക്സ്റ്റ് വരുന്നതാണ് പുൾ സ്ട്രാറ്റജി. A pull sales promotion strategy concentrates on the consumers instead of middleman involved in marketing. This strategy offers discounts and other benefit to the consumers so as to encourage them to purchase the brand. Typical pull sales promotion strategies include gift coupons, cash refunds, rebates, contests, etc. അപ്പോൾ പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. പുഷ് സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു മെയിനായിട്ട് മിഡിൽ മാൻസിനെയും ഡീലേഴ്സിനെയും ഫോക്കസ് ചെയ്യുന്നു. ദെൻ ഇവിടെ പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ആണ്. ഇവിടെ കൺസ്യൂമേഴ്സിന് ഗിഫ്റ്റ് കൂപ്പൺസ്, ക്യാഷ് റീഫണ്ടുകൾ, റിബേറ്റുകൾ, അതുപോലെ കോൺടെസ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് കൺസ്യൂമേഴ്സിനെ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് പുൾ സ്ട്രാറ്റജിയുടെ മെയിൻ മോട്ടീവ്. നെക്സ്റ്റ് വൺ ആണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ സ്ട്രാറ്റജി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജി. It focuses both the middleman as well as the consumers. It offers special incentives to both the middleman and consumers so as to boost the sales of the product. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് മിഡിൽ മാനെയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കുറച്ച് പ്രൊമോഷണൽ സ്ട്രാറ്റജീസാണ് കോമ്പിനേഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. ഈ പറയുന്ന പുൾ സ്ട്രാറ്റജിയുടെയും പുഷ് സ്ട്രാറ്റജിയുടെയും കോമ്പിനേഷനാണ് അതിൽ യൂസ് ചെയ്യുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളെ കമ്പൈൻഡ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവാലുവേഷൻ ഓഫ് സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. Companies evaluate the effectiveness of sales promotion strategies based on the sales volume and the cost of sales promotion. അപ്പോൾ കമ്പനികൾ അവരുടെ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് അത് മാർക്കറ്റിലേക്ക് ഇറക്കിയതിന് ശേഷം വരുന്ന സെയിൽസ് വോളിയവും അതിലെ കോസ്റ്റിലുണ്ടാവുന്ന ചേഞ്ചസും വെച്ച് ഇതിന് മുൻപുള്ള സെയിൽസിനെയും കോസ്റ്റിനെയും കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവാലുവേഷനിൽ ചെയ്യുന്നത്. They examine the increase in sales against a base figure and calculate the additional profit generated. അപ്പോൾ ഈ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഇറക്കുന്നതിന് മുൻപുള്ള സെയിൽസ് വെച്ച് ഇപ്പോഴത്തെ സെയിൽസിനെ കമ്പയർ ചെയ്യുന്നു. ദെൻ അഡീഷണൽ ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ദേ അനലൈസ് ദ ബ്രാൻഡ് അവെയർനെസ് ബൈ പെർഫോമിംഗ് കസ്റ്റമർ സർവേസ്. അതുമാത്രമല്ല ബ്രാൻഡ് അവെയർനെസ്, ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ഇറക്കിയതിന് ശേഷം ഒരു ബ്രാൻഡിനെ കുറിച്ച് കസ്റ്റമേഴ്സിനുള്ള ഒരു ആ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവെയർനെസ് അത് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഇത് കൺസ്യൂമർ സർവേസിലൂടെ ഇത് അനലൈസ് ചെയ്യുന്നു. In the long run, a successful sales promotion improves sales and profit, and the important ways of evaluating effectiveness of sales promotion strategy are as follows. അപ്പോൾ ഒരു സക്സസ്ഫുൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആവുന്നത്?
അതിൻ്റെ സെയിൽസും അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമ്മൾക്ക് പറയാം ആ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആയിരുന്നു എന്ന്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, സെയിൽസ് ഇവാലുവേഷൻ. A comparative evaluation of volume and tenure of sales before the adoption of sales promotion strategies and after the sales promotion strategies help a firm to understand the effectiveness of sales promotion strategies. ഇവിടെ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അതിന് മുൻപുമുള്ള സെയിൽസിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്, സെയിൽസ് വോളിയം അല്ലെങ്കിൽ ടേൺ ഓവർ, നമ്മൾക്ക് സെയിൽസിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. If there is considerable difference in the sales of two periods, then the sales promotion strategies are effective. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷവുമുള്ള സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസിൽ ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം ആ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആയിരുന്നു. ഇൻ കേസ് അത് ഇൻഎഫക്റ്റീവ് ആണ് എന്നുള്ളത് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് ഇവാലുവേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ സെയിൽസിന് ഇവാലുവേറ്റ് ചെയ്തു. സെയിൽസിലുണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആണോ ഇൻഎഫക്റ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ഇവാലുവേഷൻ. Comparative analysis of the amount and the rate of profit before and after the implementation of sales promotion strategies help to evaluate the effectiveness of sales promotion strategy. അപ്പോൾ ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷവുമുള്ള പ്രോഫിറ്റ്, ദാറ്റ് ഇസ് എ റിട്ടേൺ, ഒരു കമ്പനിയുടെ റിട്ടേൺ കമ്പയർ ചെയ്തിട്ട് അതിൽ വരുന്ന ഡിഫറൻസ് അനുസരിച്ച് ഒരു സ്ട്രാറ്റജി എഫക്റ്റീവ് ആണോ ഇൻഎഫക്റ്റീവ് ആണോ എന്നുള്ളതാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ the sales promotion strategies are considered effective when the additional profit are generated and more than the cost of sales promotion. അപ്പോൾ ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റും ദെൻ ആ പീരിയഡിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വരുന്ന പ്രോഫിറ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റാണ് കൂടുതൽ, അതായത് കോസ്റ്റിനേക്കാളും കൂടുതൽ പ്രോഫിറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇവാലുവേഷൻ ഓഫ് ബ്രാൻഡ് അവെയർനെസ്. Understanding the increase in brand awareness is another important method for evaluating the sales promotion strategy. If the consumers have high brand awareness after sales promotion campaigns, then the sales promotion program implemented by the firm is considered effective. ഇവിടെ കൺസ്യൂമേഴ്സിൻ്റെ അവെയർനെസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ അവെയർനെസ് ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഇറക്കുന്നതിന് മുൻപും ശേഷവും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എത്രത്തോളം ഒരു കൺസ്യൂമേഴ്സ് അവെയർ ആണ് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. ദെൻ പ്രൊമോഷൻ സ്ട്രാറ്റജി ഇറക്കിയതിന് ശേഷമുള്ള അവെയർനെസ്, അതായത് കൺസ്യൂമേഴ്സിന് അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷവും മുൻപും ഒരു പ്രോഡക്റ്റിൻ്റെ അവെയർനെസ്സിൽ കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു പ്രോഡക്റ്റിൻ്റെ അവെയർനെസ് കൺസ്യൂമേഴ്സിന് കൂടുതലാണ് ആ ടൈമിൽ എന്നുണ്ടെങ്കിൽ, അതായത് പ്രൊമോഷൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള അവെയർനെസ് അതിന് മുൻപുള്ള അവെയർനെസ്സിനേക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം ആ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജി എഫക്റ്റീവ് ആയിരുന്നു എന്ന്. Then, customer surveys are usually conducted by firms to determine the brand familiarity before and after the sales promotion. The result of such surveys give valuable input for the evaluation of effectiveness of sales promotion. ഇവിടെ കൺസ്യൂമർ സർവേസ് നടത്തിയിട്ടാണ് ഇത് എത്രത്തോളം കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ ആണ് എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഒരു സർവേ നടത്തിയതിന് ശേഷം ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആ ഒരു കൺസ്യൂമേഴ്സിന് എത്രത്തോളം അവെയർനെസ് ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ബേസിസിൽ നമ്മൾക്ക് തീരുമാനിക്കാം ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ എഫക്റ്റീവ് ആണോ ഇൻഎഫക്റ്റീവ് ആണോ എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്പ് കമ്പനീസ് ടു മേക്ക് ആൻ ഇമ്മീഡിയറ്റ് ഇൻക്രീസ് ഇൻ ദെയർ സെയിൽസ് വോളിയം. കമ്പനീസിൻ്റെ സെയിൽസിൽ പെട്ടെന്ന് ഒരു ക്വിക്കർ ഇൻക്രീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന കൂപ്പൺസോ ഡിസ്കൗണ്ട്സോ ഓഫേഴ്സോ റിബേറ്റ്സോ ഒക്കെ കൊടുത്തുകൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിംഗ് ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, കൺസ്യൂമേഴ്സ് ഗെറ്റ് ലോട്ട്സ് ഓഫ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ഇൻഡ്യൂസ്മെൻറ്റ്സ് വിത്തൗട്ട് പേയിങ് മോർ ഓൺ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൽ ഹ്യൂജ് എമൗണ്ട് മുടക്കുന്നതിൽ നിന്നും അവർക്ക് കുറച്ച് ഡിഫറൻസിയേഷൻ കിട്ടുന്നുണ്ട്. അതായത് കൺസ്യൂമേഴ്സിന് ഒറിജിനൽ എമൗണ്ട് കൊടുക്കാതെ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഫ്രീ അങ്ങനെ പറയുന്ന ഓഫേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിലെന്താണ് നമ്മൾക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ 2 പ്രോഡക്റ്റ് കിട്ടുകയാണ്. അപ്പോൾ പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസ്യൂമേഴ്സിന് മാക്സിമം ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടി ഇൻഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജിൽ നമ്മൾക്ക് 2 പ്രോഡക്റ്റ് കിട്ടുന്നത് എപ്പോഴും ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ നെക്സ്റ്റ് കൺസ്യൂമേഴ്സ് ഗെറ്റ് ദ പ്രോഡക്റ്റ് അറ്റ് എ ചീപ്പർ റേറ്റ്. മാക്സിമം റേറ്റ് കുറഞ്ഞ രീതിയിൽ കിട്ടും. അതായത് ഹയർ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ലക്ഷറിയസ് പ്രോഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് ഓഫർ വരുമ്പോഴായിരിക്കും മെയിനായിട്ട് ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റുകൾ നമുക്ക് ചീപ്പർ റേറ്റിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ ഇറ്റ് ഗീവ്സ് ദ കൺസ്യൂമേഴ്സ് എ റീസൺ ടു ബൈ എ പെർട്ടിക്കുലർ ബ്രാൻഡ് കമ്പയർഡ് ടു അതർ ബ്രാൻഡ്. A brand offered through sales promotion strategy give some extra benefit to the consumers. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡും രണ്ട് ബ്രാൻഡുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് കൂടുതലുള്ളതോ അല്ലെങ്കിൽ ഓഫേഴ്സ് ഉള്ള ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറൻസിയേഷൻ ഉണ്ടാവാനും അതുപോലെ കൺസ്യൂമേഴ്സിന് കൂടെ അതൊരു ബെനിഫിറ്റാണ് അല്ലേ. മെയിൻ ആ പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ പ്രൈസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ പ്രൈസിന് തന്നെ നമ്മൾക്ക് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കാം. ദെൻ കമ്പനീസ് ക്യാൻ ഡിസ്പോസ് ഓഫ് ദെയർ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഈസിലി. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽസ് ആർ സെയിൽസ് പ്രൊമോഷണൽ ടൂൾസ്. അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസ് നമ്മൾ സാധാരണ കാണാറുണ്ട്. അതും ഇതുപോലെ അവരുടെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് അവർക്ക് ന്യൂ സ്റ്റോക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് ലോസ് കൂടാതെ തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവർക്ക് ഇതിലൂടെ സാധിക്കും. ദെൻ ഡിഫറെൻറ്റ് സെയിൽസ് പ്രൊമോഷൻ സ്കീംസ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഹെൽപ്പ് ടു റീറ്റെയിൻ കസ്റ്റമേഴ്സ്. ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് കൂടെ ഈ ഒരു മെഷർ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ കൊടുക്കുന്നതിലൂടെ ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ ഹെൽപ്സ് ഫേംസ് ടു സെൽ അഡീഷണൽ പ്രോഡക്ട്സ് അലോങ് വിത്ത് ദ ബ്രാൻഡ് ആൻഡ് ഇറ്റ് കോൾഡ് ആസ് ക്രോസ് സെല്ലിംഗ്. അനദർ അഡ്വാൻറ്റേജ് ഓഫ് സെല്ലിംഗ് ഓഫ് കോസ്റ്റ്ലി പ്രോഡക്ട്സ് അലോങ് വിത്ത് ദ ബ്രാൻഡ് ബൈ എൻകറേജിങ് ദം ടു ബൈ എ പ്രീമിയം പ്രോഡക്റ്റ് വെൻ ദേ വിസിറ്റ് ദ സ്റ്റോർ. ഇറ്റ് ഈസ് കോൾഡ് അപ്പ് സെല്ലിംഗ്. അപ്പോൾ സെയിൽസ് പ്രൊമോഷൻ അഡീഷണൽ പ്രോഡക്ട്സിനെ സെല്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ക്രോസ് സെല്ലിംഗ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അപ്പ് സെല്ലിംഗ് പറയുന്നുണ്ട്. ക്രോസ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ അധികം യൂസ് ചെയ്യാത്ത മറ്റൊരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ പിന്നീട് ആ ഒരു കൺസ്യൂമറിന് വീണ്ടും ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തോന്നും. അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും കൂടും. ഓക്കെ, അങ്ങനെ ക്രോസ് സെല്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്, അപ്പ് സെല്ലിംഗ്. പ്രീമിയം ബ്രാൻഡ്സ്, അതായത് കോസ്റ്റ് കൂടുതലുള്ള സാധാരണ ആൾക്കാർ യൂസ് ചെയ്യാത്ത ബ്രാൻഡുകൾ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് എൻകറേജ്മെൻ്റ് ആവും. ദെൻ അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് അവർ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ അവർക്ക് അതിൻ്റെ സെയിൽസും ഡിമാൻഡും കൂടുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ബി യൂസ് ടു ഈസിലി ക്ലിയർ ദ സ്റ്റോക്ക്. നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ക്ലിയറൻസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ compared to other type of promotion, most of sales promotion techniques can be quickly created and made available within a market. മറ്റുള്ള പ്രൊമോഷൻ ടെക്നിക്കുകളായിട്ട് അഡ്വർടൈസ്മെൻറ്റോ പബ്ലിക് റിലേഷനോ അതുപോലെ പബ്ലിസിറ്റിയോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രൊമോഷൻ മെഷേഴ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആൻഡ് ക്വിക്കായിട്ട് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളാണ്. ഓഫേഴ്സും ഡിസ്കൗണ്ട് കൂപ്പൺസും ഒക്കെ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. Then when compared to advertising and personal selling, sales promotion activities are less expensive. പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വർടൈസിങ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കുറേ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അത് റൺ ചെയ്യുന്നതിനും കോസ്റ്റ് കൂടുതലാണ്. ഓക്കെ, ദെൻ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സെയിൽസ്മാന് ഉള്ള എമൗണ്ട് കൊടുക്കണം, അതുപോലെ ട്രാവലിംഗ് എക്സ്പെൻസസ് അങ്ങനെ കാര്യങ്ങളൊക്കെ. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ ടൈപ്പ് ഓഫ് പ്രൊമോഷനാണ് ഈ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. താങ്ക് യു.